വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ വർഷം മുതൽ നഴ്സറി അംഗനവാടിയിലെ കുട്ടികൾക്കും കലോത്സവം ഇനി മുതലുണ്ട്. 2024-25 തുടക്കം കുറിച്ചേക്കുന്നത്. അപ്പം മാളുക്കുട്ടിയും അതിലുണ്ടായിരുന്നു പങ്കെടുക്കാനായിട്ട്. മാളുക്കുട്ടിയുടെ നഴ്സറിയിൽ നിന്ന് 2 പേരായിരുന്നു. മാളുക്കുട്ടിയും മാളുക്കുട്ടിയുടെ കൂട്ടുകാരനും കൂടിയാണ് പങ്കെടുക്കാൻ പോയത്. ആദ്യമായിട്ട് ചേർന്നൊരു പരിപാടിയാണ്. അതായത് സ്കൂളിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടത്തിലേക്ക് കയറിയിട്ട് മാള് പോയത്. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷം അതിനുപരി സങ്കടം ഉണ്ടായിരുന്നു. പഠിപ്പിച്ച പോലെയൊക്കെ പറയും. പിന്നെ കുഞ്ഞല്ലേ, പറ്റുന്ന പോലെയൊക്കെ പറയട്ടെ, എന്നാലും അവളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ തെരുതെരെ കടന്ന് കഥ പറയുന്നുണ്ടായിരുന്നു. മാളുവിനെ കഥ പറയാനാണ് പേര് കൊടുത്തിരുന്നത്. പിന്നെ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ചെന്നപ്പം ടീച്ചർ മാളുവിനെ അങ്ങ് കൊണ്ടുപോയതാണ്. എനിക്കാണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ. എൻ്റെ മനസ്സിനാണെങ്കിൽ എനിക്കറിയത്തില്ല എന്നാ പറയണ്ടേന്ന്. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പങ്കെടുക്കുന്ന കാണുമ്പോഴേ സന്തോഷമാണോ സങ്കടമാണോ എന്ന് പറഞ്ഞറിയിക്കുക. അത് എന്നാ പറയണ്ടേ, കൂടുതൽ ഞാൻ പറഞ്ഞ് കൊളമാക്കുന്നില്ല. എന്നാണെങ്കിലും പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു. ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. കുറേ പഞ്ചായത്തിൽ നിന്നുണ്ടായിരുന്നു. ഇത് പള്ളിക്കത്തോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി. 3 സ്റ്റേജായിരുന്നു. അപ്പം അതേ മാളുക്കുട്ടിക്ക് സ്റ്റേജ് നമ്പർ 3 ആണ് കിട്ടിയിരിക്കുന്നത്. കഥ പറയാനൊരു 10-12 പിള്ളേരുണ്ടായിരുന്നേ. മാളു 3ാമതാണ് കഥ പറഞ്ഞത്. കാക്കയുടെ കഥയായിരുന്നേ. ഞാൻ കേൾപ്പിക്കാം ഏതാ പറഞ്ഞേന്ന്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സ്റ്റേജ് നമ്പർ 2 മിഠായി പെറുക്ക് നടക്കാൻ പോവുകയായിരുന്നു. അപ്പം മാളുക്കുട്ടിയുടെ കൂട്ടുകാരൻ അതിലാണ് പങ്കെടുക്കുന്നത്. അപ്പം ഞങ്ങൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി. മിഠായി പെറുക്കല്ല, ബോൾ പാസിങ് കഴിഞ്ഞിട്ടാണ് മിഠായി പെറുക്കുള്ളത്. അപ്പം ബോൾ പാസിങ്ങിൻ്റെ കഴിഞ്ഞപ്പോഴത്തേന് മിഠായി പെറുക്ക് തുടങ്ങി. അപ്പം മാളുക്കുട്ടിക്ക് മിഠായി പെറുക്കിന് കൂടണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നേ. അപ്പോൾ പേര് കൊടുക്കേണ്ടവർക്ക് പിന്നെ കൊടുക്കാമായിരുന്നു. പക്ഷേ പ്രൈസൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ചുമ്മാ മാളുവിൻ്റെ പേര് കൊടുത്ത്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പ്രച്ഛന്ന വേഷം ഉണ്ടായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു. പിള്ളേരെല്ലാം നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ അറിയിച്ചിരുന്നത് നമ്മൾ കുട്ടികളെ കൊണ്ടാക്കിയിട്ട് മാറി നിൽക്കണം. സ്റ്റേജിൽ പരിപാടി കാണാൻ അമ്മമാരെ രക്ഷിതാക്കളെ സ്റ്റേജിൽ കയറ്റില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാണല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണല്ലോ അമ്മമാരോട് കൂടെ നിന്നോളാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ കൂടെ നിർത്തിയത് കൊണ്ടായിരിക്കാം പല പിള്ളേരും മത്സരത്തിൽ നിന്ന് പിന്മാറിയെന്ന് വെച്ചാൽ അമ്മമാരുടെ മടിയിൽ തന്നെയും അവരുടെ തോളയിൽ നിന്ന് ഇറങ്ങാതെയും ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. ടീച്ചറൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു ചിലപ്പോൾ നിങ്ങളെ കാണിക്കത്തില്ല പരിപാടി. കാരണം പറയുന്ന പിള്ളേരൊക്കെ ചിലപ്പോൾ പറയാതിരിക്കും, പരിപാടിയിൽ നിന്ന് മാറും. അതുകൊണ്ട് നിങ്ങളെ കാണിക്കത്തില്ല, നിങ്ങൾക്ക് മാറി നിന്ന് കാണാനൊരവസരം എങ്ങനെയും ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ സങ്കടപ്പെട്ടായിരുന്നു. കാരണം ആദ്യമായിട്ട് നടക്കുന്ന പരിപാടി നമുക്ക് കാണാൻ പറ്റാത്തതിലൊരു വിഷമം. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്നാണേലും നമുക്ക് പരിപാടി കാണാൻ പറ്റി. ഒരുപാട് രക്ഷിതാക്കളുണ്ടായിരുന്നു. പക്ഷെ പിള്ളേർ എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് സ്റ്റേജിൽ കയറിയത്. ചില പിള്ളേരുടെ കൂടെ അമ്മമാർ നിൽക്കുകയും പറയേണ്ട ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ആയിരുന്നേ. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഒന്നാമത് ഇവനാണെങ്കിൽ ചില നേരത്തെ ഒരു ശകലം നിലത്ത് കിടക്കത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ഇതാണ്ടേ എഴുന്നേൽക്കും. പിന്നെ കരച്ചിൽ. അതുകൊണ്ട് ചിലപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് 4-5 ദിവസം കൊണ്ടാണ് സൗണ്ട് കൊടുത്തൊന്ന് ഇടുന്നത്. പിന്നെ ഇതുണ്ട്, പോസ്റ്റ്മാനായിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു, പൂമ്പാറ്റ ആയിട്ട്, ബട്ടർഫ്ലൈ ആയിട്ട്, പിന്നെ ഭാരതമാതാവായിട്ട്. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല എന്നാൽ നമ്മൾ മടുക്കുന്നില്ല. പിള്ളേരുടെ ആയതുകൊണ്ട് കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മേളിൽ ഡാൻസിൻ്റെ ആക്ഷൻ സോങ് ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അത് കുറച്ച് നേരം കാണാം
പിന്നെ ഫാനുണ്ട്. വെളിയിലാകുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ആവിയൊക്കെയായിരുന്നു. അവൻ വഴക്കായിരുന്നു. ഇവിടെയാകുമ്പോൾ കുറച്ച് ഡാൻസും കാണാം, കുറച്ച് കാറ്റും ഇതൊക്കെ കിട്ടും. അപ്പം തന്നെ ഒരു 12:30 കഴിഞ്ഞായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ വിശന്ന് തുടങ്ങിയായിരുന്നു. അപ്പം താഴെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേർക്കേ ഫുഡുള്ളെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനും പിന്നെ മാളുവിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയും ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നേ. പക്ഷേ ടീച്ചർ ഞങ്ങൾക്കുള്ള ഫുഡ് അവിടെ നിന്ന് മേടിച്ച് തന്നായിരുന്നു. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു. മാളൊന്നും ചോറേ ഉണ്ടില്ല, പായസം മാത്രമേ കുടിച്ചുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊണ്ടുപോയ ബിസ്ക്കറ്റും, ടീച്ചറൊക്കെ ബിസ്ക്കറ്റും കൊടുത്തു, ജ്യൂസ് കൊടുത്തു. അതൊക്കെ കൊണ്ടായിരിക്കും ചോറ് ഒരു ഇങ്ങനെ വെച്ചിട്ട് പിന്നെ പായസം കണ്ടപ്പോൾ അതിലോട്ട് പോയി. പിന്നെ ചോറൂണെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് നേരം അവനെ ഇവിടെ ഞാൻ ടർക്കി വേറൊരെണ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ കടത്തി. കാരണം എപ്പോഴും കൈ വെക്കുന്നതും നമുക്കും ഒരു ഇതാണേ, മടുക്കും. അപ്പോഴത്തേനും അവനെ കുറച്ച് നേരം കടത്തി. പിന്നെ മാളും പിള്ളേരും അവിടെ അപ്പുറം കളിക്കുകയും ഒക്കെ ആയിരുന്നു. കൈ കൊണ്ടെടുക്കാതെ പിന്നെ ഞാൻ എല്ലാവരുടെയും കൂടെ റാഫ് കളിച്ചു. കുറേ നേരം വെയിലത്ത് ഡാൻസ് കളിച്ച് മടുത്തത്. പിന്നെ എൻ്റെ ഇഷ്ടത്തെ ഡാൻസ് ആയിരുന്നു. എനിക്ക് വന്നത് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ സമ്മതദാനമായിരുന്നു. ഞാൻ സമ്മതം പോകുമ്പോൾ ടീച്ചർ എന്നെ എടുത്ത് പിടിച്ചേക്കുക. ഉടക്കാൻ തോന്നി പ്രസിദ്ധിച്ചായിരുന്നു. സമ്മതം മേടിച്ചപ്പോൾ ആടിയാട്ടം മേടിച്ച സമയം. അപ്പോൾ ദാണ്ട മാളിക്കുട്ടി സമ്മാനമൊക്കെ ആയിട്ട് എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് എത്ര സങ്കടം വരുവാണോ. അയ്യോ, എനിക്കറിയത്തില്ല. ഇങ്ങനെ ഇത്ര ചെറുപ്പത്തിൽ സമ്മാനമൊക്കെ കിട്ടിയപ്പോഴേ എൻ്റെ മനസ്സ് വല്ലാണ്ട് ഇതായി. എല്ലാ അച്ഛനമ്മമാർക്കും ഇതേ അവസ്ഥ തന്നെയാണ്. കുട്ടികളിത് ആദ്യമായിട്ട് സമ്മാനങ്ങളൊക്കെ വാങ്ങുമ്പോഴേ വല്ലാത്തൊരു സന്തോഷമായിരുന്നേ. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ട്രോഫി ഉണ്ടായിരുന്നു. പിന്നെ സമ്മാനദാനം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ പോയി. കാരണം 4ൻ്റെ ബസ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ബസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടീച്ചറിനോട് പറഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.